നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. സഹജീവനത്തിൽ അതിജീവനം സാധ്യമാകണമെന്ന് മലങ്കര മാർത്തോമ സുറിയാനി സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. വയനാട് മുണ്ടകൈ ചൂരൽമല ദുരന്തത്തിനിരയായവർക്കായി മാർത്തോമ സഭയായി നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെയും മാർത്തോമ ഹോളിസ്റ്റിക് സെന്ററിന്റെയും അടിസ്ഥാന ശിലകൾ ആശീർവദിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ലോകത്തിൽ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ അതിജീവനത്തിലുള്ള പരിശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അന്യോന്യം കൈത്താങ്ങാവുകയാണ് ആവശ്യം. ആരും ഈ ലോകത്ത് ഒറ്റയ്ക്കല്ല എന്ന ചിന്ത പങ്കിടുവാൻ സാധിക്കണം. നമുക്കുള്ള വിഭവങ്ങൾ അപരനു കൂടെ പങ്കിടുന്ന അവസരത്തിലാണ് അതിജീവനം സാധ്യമാകുന്നത്. വ്യത്യസ്തതകൾ വിഭാഗീയതയ്ക്ക് കാരണമാകരുത്. ദുരന്തമുഖത്ത് ജാതി മത വർണ്ണ വർഗ വ്യത്യാസങ്ങൾ പാടില്ല. വേദനിക്കുന്നവൻ ആരായിരുന്നാലും സഹായഹസ്തം നീട്ടുകയാണ് ആവശ്യം. അപരനിൽ മനുഷ്യനെ കാണണം. ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കത്തക്ക വിധം ജീവിതത്തെ ക്രമീകരിക്കുകയും പ്രകൃതി സൗഹൃദ ശൈലികൾ അനുവർത്തിക്കുകയും വേണമെന്നും മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. വടുവഞ്ചാൽ മാർത്തോമ നഗറിൽ നടന്ന സമ്മേളനത്തിൽ കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ടി സിദ്ദിഖ് MLA, സഭാ സെക്രട്ടറി റവറൻ നബി ടി മാമൻ, വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, സഭാ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട്, വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, മെത്രാപ്പൊലീത്തയുടെ സെക്രട്ടറി റവറൻ KE ഗീവർഗീസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ സജു ബി ജോൺ, ട്രഷറർ ജീമോൻ മണലുകാലായിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സുധ, സഭാ കൗൺസിൽ അംഗങ്ങൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. സഭ നൽകിയ 3 ഏക്കർ 31 സെന്റ് സ്ഥലത്താണ് ഭവന നിർമ്മാണം ഉൾപ്പെടെ പുനരധിവാസ പദ്ധതികൾ ഒരുക്കുക. അപരന് മുൻഗണന നൽകുന്ന ജീവിതശൈലി സ്വീകരിക്കുമ്പോഴാണ് അർത്ഥവത്തായ ജീവിതത്തിന്റെ ഉടമകളാകുവാൻ കഴിയുക എന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത 22 സഭാപിതാക്കന്മാരുടെ ജീവചരിത്രം രേഖപ്പെടുത്തി രചിച്ച ഹൃദയം നിറയെ എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാത്തോലിക്ക ബാവ ആദ്യ പ്രതി സ്വീകരിച്ചു. ഗ്രന്ഥം മലങ്കര സഭയുടെ ഐക്യത്തിനും വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് കർദിനാൾ പറഞ്ഞു. ഡോക്ടർ സക്രിയ മാർ അപ്രൈം മെത്രാപ്പൊലീത്ത പുസ്തക പരിചയം നിർവഹിച്ചു. ഡോക്ടർ സാമുവൽ മാർ തെയോഫിലോസ് മെത്രാപ്പൊലീത്ത, കുറിയാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലീത്ത, സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ, റവറൻ സാം കോശി, ഭദ്രാസന സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ്, ബിഷപ്പ് സെക്രട്ടറി അരുൺ തോമസ്, റവറൻ ഡാനിയൽ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ദൈവിക കൃപയും ദൈവജനത്തിന്റെ കരുതലുമാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ അടിസ്ഥാനമെന്ന് സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ വസതി പ്രൊജക്ടിലൂടെ ഭദ്രാസനമായി പുഞ്ചവയലിലും 14 മൈലിലും നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ അടിസ്ഥാനശില ആശീർവദിക്കുകയായിരുന്നു മെത്രാപ്പൊലീത്ത. ഭദ്രാസന കൺവെൻഷന്റെ 3-ാം ദിനം ഒരുക്കിയ സമ്മേളനത്തിൽ ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ സാംസ്രം ജേക്കബ്, റവറൻ KE ഗീവർഗീസ്, സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. അപരന്റെ ജീവിതത്തെ ധന്യമാക്കുവാൻ വിശ്വാസ ജീവിതത്തിലൂടെ കഴിയണമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത. സ്വന്തം കാര്യം മാത്രം ചിന്തിക്കുമ്പോഴാണ് ജീവിതം നിന്ദ്യമാകുന്നത്. സമൂഹത്തിൽ തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തിയ ക്രിസ്തുവാണ് മാതൃകയെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. 27ാമത് മാർത്തോമ സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മെത്രാപ്പൊലീത്ത. എന്താണ് ഓരോരുത്തരും ഓരോ കുടുംബവും വ്യക്തികളും ചെയ്യേണ്ടത് എന്നത് കാണിച്ചു തരികയാണ്, മാതൃകയാണ്. ഈ മാതൃകകളെ പിന്തുടരുവാൻ തക്കവണ്ണം തന്നെ നാം മനസ്സ് വെച്ചാൽ എത്ര വലിയ വ്യത്യാസമാണ് ഈ ഭൂപ്രദേശത്ത്, ഈ പരിസരത്ത് ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നത് എന്നത് തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വെളിച്ചത്തിന്റെ മക്കളായി തീരണമെന്ന് അദ്ദേഹം പറഞ്ഞു. റവറൻ KE ഗീവർഗീസ് വചന ശുശ്രൂഷ നടത്തി. ഗ്രാനായ സഭ റാന്നി മേഖലാ അധ്യക്ഷൻ കുറിയാക്കോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്ത, സഭാ സെക്രട്ടറി റവറൻ തോമസ് കോശി പനച്ചുമൂട്ടിൽ, ട്രഷറർ അനു ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന വട്ടവട മാർത്തോമ മിഷനിൽ പുതുതായി പണി കഴിപ്പിച്ച മിഷൻ ഹൗസിന്റെ കൂദാശയും നവീകരിച്ച സ്നേഹദീപ്തി സ്കൂളിന്റെ ഉദ്ഘാടനവും ഭദ്രാസനാധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. വട്ടവട മിഷന്റെ ആദ്യ സുവിശേഷകനായ അഡ്വക്കേറ്റ് PS സൈറസ് സാറിന്റെ ഓർമ്മയ്ക്കായി മിഷൻ ഹൗസിന് സൈറസ് ഭവൻ എന്ന് നാമകരണം ചെയ്തു. സ്മാർട്ട് സ്കൂളായി നവീകരിച്ച സ്നേഹദീപ്തി ബ്ലോക്ക് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. പൊതുസമ്മേളനത്തിൽ നഴ്സറി കുഞ്ഞുങ്ങളുടെയും കാർഡ് ലൈറ്റ് ടു ലൈഫ് വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ഹൃദ്യമായി. വികാരി ജനറൽ വെരി റവറൻ സാംസ്രം ജേക്കബ്, റവറൻ ജോജി തോമസ്, റവറൻ സൈമൺ കുര്യൻ, റവറൻ ജെബിൻ ഡാനിയൽ, നോബിൾ തോമസ് എന്നിവർ പങ്കെടുത്തു. വട്ടവടയിലെ ഗ്രാമവാസികൾ തിരുമേനിയെയും അതിഥികളെയും ഗ്രാമത്തിന്റെ തനത് ശൈലിയിൽ സ്വീകരിച്ചു. വട്ടവടയിൽ റവറൻ റിറ്റോ റജി, റവറൻ സാം ജോസ് എന്നിവർ മിഷണറിമാരായും ഷജോയൽ K ലജി സുവിശേഷകനായും നേതൃത്വം നൽകുന്നു.
ഫെബ്രുവരി 8 മുതൽ 15 വരെ പമ്പ മണൽപ്പുറത്ത് നടത്തപ്പെടുന്ന 131ാമത് മാരാമൺ കൺവെൻഷന്റെ ലോഗോ പ്രകാശനം മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ മാരാമൺ റിട്രീറ്റ് സെന്ററിൽ നിർവഹിച്ചു. ഏറ്റവും നല്ല ലോഗോ ഡിസൈൻ ചെയ്ത കാരിക്കുഴി മാർത്തോമ ഇടവക അംഗം ജോബി ജെയിംസിനെ അനുമോദിച്ചു. സംഘത്തിന്റെ പാരിതോഷികം മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ സമ്മാനിച്ചു. ജനറൽ സെക്രട്ടറി റവറന്റ് എബി കെ ജോഷുവ, ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, സഞ്ചാര സെക്രട്ടറി റവറന്റ് ജിജി വർഗീസ്, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, പബ്ലിസിറ്റി കൺവീനർമാരായ സാം ചെമ്പകത്തിൽ, ടിജു എം ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്വേഷവും വെറുപ്പും നിറഞ്ഞ ലോകത്തിൽ ദൈവസ്നേഹത്തിലൂടെ ലോകത്തെ വീണ്ടെടുക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത. മാർത്തോമ സഭ നിരണം മാരാമൺ ഭദ്രാസന കൺവെൻഷന്റെ സമാപന സന്ദേശം നൽകുകയായിരുന്നു മെത്രാപ്പൊലിത്ത. അകലങ്ങൾ പാലിച്ചവരെ സ്നേഹത്തിൽ അടുപ്പിക്കുന്ന അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കണമെന്നും മെത്രാപ്പൊലിത്ത ആഹ്വാനം ചെയ്തു. ഒന്ന് ഇൻറ്റിമസി, രണ്ടാമത് പ്രൂണിങ്. നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന് ഞാൻ ചെത്തി വെടിപ്പാക്കുന്നു. അത് വേദനാജനകമായുള്ള ഒന്നാണ്. ചെത്തി വെടിപ്പാക്കുന്നതായിട്ടുള്ള അവസരം, മുറിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള അവസരങ്ങൾ. ഭദ്രാസന സെക്രട്ടറി റവറൻ മാത്യു അധ്യക്ഷത വഹിച്ചു. റവറൻ ഡോക്ടർ കെ തോമസ് മുഖ്യ സന്ദേശം നൽകി. സഭാ സെക്രട്ടറി റവറൻ ഡെബി ടി മാമൻ, വികാരി ജനറൽമാരായ വെരി റവറൻ കെ എം മാമൻ, വെരി റവറൻ ഡോക്ടർ സി കെ മാത്യു, വെരി റവറൻ വി ടി ജോൺ, ഭദ്രാസന ട്രഷറർ അനീഷ് കുന്നപ്പുഴ, ജനറൽ കൺവീനർ റവറൻ ജോസഫ് ജോണി, വികാരി റവറൻ എ പി നോബിൾ, റവറൻ ജോർജ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത നേതൃത്വം നൽകി. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ ബെസ്ക്യാമോസ് ഫെലോഷിപ്പ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുടുംബസംഗമം ക്ലറിക്കൽ ഫാമിലിയ വേറിട്ട അനുഭവമായി. സജീവ പട്ടക്കാരുടെയും വിരമിച്ച പട്ടക്കാരുടെയും കുടുംബാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. റവറൻ ടി ബാബു രചിച്ച് പൗരോഹിത്യ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച നാടകം കെടാവിളക്ക് പുതുമയാർന്ന അനുഭവമായി. ബെസ്ക്യാമോസ് കൊറിയോഗ്രഫി, മക്കളുടെ നൃത്തശില്പം, ഗാനമേള, ആക്ഷൻ സോങ് എന്നിവ വേറിട്ടതായി. ഭദ്രാസന ട്രഷറർ ജോജി ചെറിയാൻ, ഫെലോഷിപ്പ് വൈസ് പ്രസിഡന്റ് ലിറ്റി ജോസ്, സെക്രട്ടറി ജോസ്മി തോമസ്, ട്രഷറർ മിനി തോമസ്, പ്രോഗ്രാം കൺവീനർ റോണിയ അഭിഷേക് എന്നിവർ സംസാരിച്ചു. PhD നേടിയ ഡോക്ടർ ജിഷ് സ്കറിയായെ സമ്മേളനം ആദരിച്ചു. നാടക അണിയറ പ്രവർത്തക ഡോക്ടർ റൂബില ജോസഫ് മാത്യുവിനെ ആദരിച്ചു. ജോളി ജോൺ, ആലിസ് പ്രകാശ്, വിൻസി സക്രിയ, ഷെമ സാം, സിനി സാജൻ, ഷൈനി സാജൻ, ബിൻസി ബേബി എന്നിവർ നേതൃത്വം നൽകി. മാർത്തോമ സഭ കോട്ടയം കൊച്ചി ഭദ്രാസന കൺവെൻഷൻ സമാപിച്ചു. ഡൽഹി ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകി. യേശുവാണ് സഭയുടെ ജീവസ്രോതസ്സെന്ന് അദ്ദേഹം പറഞ്ഞു. സഭയുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുകയാണ്. ഇവിടെ കർത്താവ് പറയുന്നു, ഐ ആം ദ ട്രൂ വൈൻ ആൻഡ് മൈ ഫാദർ ഈസ് ഗാർഡനർ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. 2026 കുടുംബ നവീകരണ വർഷമായി ഭദ്രാസനമായി ക്രമീകരിച്ചു. ദൃശ്യം, സഖിത്വം, മാർത്തോമ ഹിൽസ്, വാഗമൺ എക്കോ ടൂറിസം തുടങ്ങിയ പ്രൊജക്ടുകളുടെ പ്രഖ്യാപനവും യോഗത്തിൽ നടത്തി. സഭയുടെ സജീവ സേവനത്തിൽ നിന്നും വിരമിക്കുന്ന വൈദികരായ റവറൻ KG ജോസഫ്, റവറൻ ബെനോജി K മാത്യു, റവറൻ സാബു ഫിലിപ്പ് എന്നിവരെ ആദരിച്ചു. വികാരി ജനറൽമാരായ വെരി റവറൻ ഡോക്ടർ സാംസൺ ജേക്കബ്, വെരി റവറൻ KS മാത്യു, വെരി റവറൻ ജോർജ് സക്രിയ, സെമിനാരി പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ MC തോമസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സ്നേഹവിരുന്നോടെ സമാപിച്ചു. മാർത്തോമ സഭ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന കൺവെൻഷൻ 21 മുതൽ 25 വരെ ആറാട്ടുപുഴ തരംഗം മിഷൻ ആക്ഷൻ സെന്ററിൽ നടത്തും. 21 വൈകുന്നേരം 6 മലങ്കര മാർത്തോമ സുറിയാനി സഭ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത അധ്യക്ഷനായിരിക്കും. റവറൻ ജോൺ G വർഗീസ് മുഖ്യ സന്ദേശം നൽകും. 22 വൈകുന്നേരം 6 CSI മോഡറേറ്റർ ഡോക്ടർ K റൂബിൻ മാർക്ക് പ്രസംഗിക്കും. 23 രാവിലെ 10 മണിക്ക് സന്നദ്ധ സുവിശേഷ സംഘം സേവികാ സംഘം യോഗവും 3 കരുതൽ വോളണ്ടിയേഴ്സ് യോഗവും വൈകുന്നേരം 6 പൊതുയോഗവും ചേരും. 24 രാവിലെ 7:30 സമർപ്പിത കുട്ടികളുടെ പ്രതിഷ്ഠ, 10 കുട്ടികളുടെ സംഗമം, 3 യുവജന സമ്മേളനം, 6 പൊതുയോഗം എന്നിവ ചേരും. 25 ഞായർ രാവിലെ 8 മണിക്ക് കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കും. 11 ഡോക്ടർ യുവാക്കി മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ സമാപന സന്ദേശം നൽകും.
കൂടുതൽ സഭാ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമാ വിഷനിലൂടെ. ഷാലോം.